So hello guys, so welcome back. This is your fake triple four here. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവർ ഫ്രീ ഫയർ മാക്സിലോട്ട് വരാനിരിക്കുന്ന അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത്. അത് വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടെന്ന് കാണണം. അതിൻ്റെ അത് പറഞ്ഞതുപോലെ റമദാൻ്റെ ഇവൻ്റ് മിസ്റ്ററി ഷോപ്പ് ഓരോ കാര്യങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അതേപോലെ തന്നെ വന്നിരുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് എന്തെന്ന് വെച്ചാൽ ലീക്ക് കിട്ടിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഗെയിമിലോട്ട് പുതിയൊരു ഇമോട്ട് വരാനിരിക്കുന്നു. മാലാഖയുടെ ചിറക് വെച്ചൊരു പർപ്പിൾ കളറിൽ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കിടിലമായിട്ടുള്ള അത്യാവശ്യം നല്ലതായിട്ടുള്ള സ്കിന്നാണ്. പിന്നെ അതിൻ്റെ തന്നെ നോർമലായിട്ടുള്ള ഇതുണ്ട്, വൈറ്റ് ചിറകുള്ളതുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം ഇനി അടുത്തതായിട്ട് ഗെയിമിലോട്ട് വരാനിരിക്കും. ഇത് നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അങ്ങനെ പോകുന്നതിൻ്റെ അകത്ത് അടുത്ത വരാൻ പോകുന്ന ഇവോ വാൾട്ടിൻ്റെ അകത്ത് എന്തായാലും നമ്മുടെ MP5 ഉണ്ടായിരിക്കുന്നതാണ്. MP5 പിന്നെ കട്ടാനയുടെ റിങ് ഇവൻ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കട്ടാനയും ഈ ഒരു വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ അടുത്തായിട്ട് വരാൻ പോകുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇതായിരിക്കും ചാൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബണ്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സെർവറിലെ അക്കൗണ്ടിലായിട്ട് ഇത് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്ന നമുക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നു പോയൊരു ഇവൻ്റാണ് ഏഞ്ചലിക്കിൻ്റെ. അതിൻ്റെ അകത്ത് നമ്മൾ പച്ച ഏഞ്ചലിക്ക്, പർപ്പിൾ പുതിയതായിട്ട് വന്ന പർപ്പിൾ ഏഞ്ചലിക്ക്, പിന്നെ പച്ച ഏഞ്ചലിക്ക് അതായിരുന്നു മെയിനായിട്ട് വന്നത്. അപ്പം മെയിനായിട്ട് വന്നത് അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഇരിക്കുന്ന ഒരു ഏഞ്ചലിക്ക് പാൻ്റാണ് വൈറ്റ് ഏഞ്ചലിക്ക്. അതായത് തടിക്ക് കാണുന്ന വൈറ്റ് ഏഞ്ചലിക്കും അതിൻ്റെ ഫീമെയിലും റിട്ടേൺ വരാൻ ചാൻസ് കൂടുതലാണ്. റിട്ടേൺ വരാൻ ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ പർപ്പിൾ ചിലപ്പം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. വന്നതല്ലേ, ഇനിയും ചിലപ്പോൾ അത് കൊണ്ടുവരാൻ ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ വൈറ്റ് ഏഞ്ചലിക്ക് അത് മിക്കവാറും വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു 75% ഇപ്പം സാധ്യതയുണ്ടെന്നാണ് ഗരീന ഒഫീഷ്യൽസിൻ്റെ ഇത് പേജിൽ നിന്ന് അറിയാൻ കിട്ടിയ ചാൻസ്. പിന്നെ അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഗോൾഡ് റോയൽ വന്നേക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ആണെന്ന് തോന്നുന്നു മെയിൽ ബണ്ടിൽ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യക്കകത്തോട്ട്, ഫ്രീ ഫയർ ഇന്ത്യ അല്ല, ഫ്രീ ഫയർ മാക്സ് ഇന്ത്യൻ സെർവറിൻ്റെ അകത്തോട്ട് വരാനിരിക്കുന്നതായിട്ടുള്ള ഒരു മെയിൽ ബണ്ടിലാണ് ഗോൾഡ് റോയൽ. അത് കുഴപ്പമില്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത ഗോൾഡ് റോയലിന് വർത്തായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ എന്തുവാ G18 ആൻഡ് G36 റൊമാൻസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റുമായിട്ട് വന്നിട്ടുള്ള മറ്റേ വെപ്പൺ റോയലാണ് ഇത്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ G8-ൻ്റെ ഡബിൾ മാഗസീനും സിംഗിൾ ആക്യുറസി, അതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് മൈനസ് ആവും. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാനിരിക്കുന്ന സ്കിന്ന്, ഇത് വെപ്പൺ റോയൽ. അതേപോടൊപ്പം തന്നെ ഇതിൻ്റെ G36-ൻ്റെ സ്കിന്നും കൂടാണ് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡും ആക്യുറസിയും സിംഗിളാണ്, മാഗസീനാണ് മൈനസ് ആവുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവോ വാൾട്ടിൻ്റെ അകത്ത് MP5 ചേർന്ന് M10, അതായത് പച്ച ഫ്ലെയിം ഡ്രാഗണിൻ്റെ M10ഉം പിന്നെ ബുയാഡെ വന്ന ഒരു UMPയുടെ ഇവോ വാൾട്ടിൻ്റെ അകത്ത് വരാൻ ചാൻസ് കൂടുതലാണ്. ബാക്കിയൊക്കെ നോർമൽ ആയിരിക്കും, ഒന്നും അതായിരിക്കും വരാൻ ചാൻസ് കൂടുതലെന്ന് പറയാം. പിന്നൊന്നുമില്ല ഗൈസ്, എല്ലാവരും ടേക്ക് കെയർ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന മച്ചന്മാരെ ഉണ്ടെങ്കിൽ അവർക്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരുടെ പേരെന്താണെന്ന് വെച്ചാൽ കമൻ്റ് ഇടാനും ഓരോന്നൊക്കെ മറക്കല്ലേ ഗൈസ്. ഓക്കെ, ശരി.